ഇന്നസെൻ്റ് ഒരു ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് നമുക്ക് ചിരിപ്പിക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ് നമ്മളെ കുടുകൂടാ ചിരിപ്പിക്കും. കുറേ ഇത് ഈ ഒരു അതിലെ ഓരോ രംഗങ്ങൾ നമ്മളങ്ങ് ചിന്തിക്കും. പിന്നെ വെർബൽ കോമഡി ആയാലും എല്ലാം നന്നായിട്ടുണ്ട്, നമ്മളെ നന്നായിട്ട് രസിപ്പിക്കും. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം സിനിമ നമ്മളങ്ങ് ഒരുപാട് മുഷിപ്പിക്കും. ഞാനെല്ലാം എൻ്റെ അടുത്തിരുന്നവർ ഒക്കെ ഒരുപാട് പേര് അറിയാതെ ഉറക്കത്തിലോട്ടൊക്കെ പോകും. സിനിമ അങ്ങ് പിന്നെ ഇവരെങ്ങനെയെങ്കിലും അതിനെ ഈ സിനിമയെ കൊണ്ടങ്ങ് ഇടിച്ച് നിർത്തിക്കണമെന്നുള്ള ഒരു പെടാപ്പാടിലായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇതിൽ കാണിച്ചിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഒരുപാട് സിനിമകളിൽ കാണിച്ചു പോയ രംഗങ്ങൾ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കുറേ നേരം എനിക്ക് ജൂനിയർ മാൻഡ്രയ്ക്ക് സിനിമയൊക്കെ പോയി അതിൽ ജഗദീഷ് ശ്രീകുമാർ കാണിക്കില്ല, എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറണമെന്ന് പറഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങൾ കാട്ടിക്കൂടുന്നു. ഇതുപോലെ അൽത്താഫ് കുറേ കാര്യങ്ങൾ കാണിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഈ സിനിമയിലെ നായകനായിട്ട് അഭിനയിക്കാൻ അൽത്താഫ് അല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല. പുള്ളി തന്നെയാണ് അതിന് ആപ്റ്റായിട്ടുള്ള ഇത്. തുടക്കത്തിൽ നമ്മളെ ഒരുപാട് കുടുകടാ ചിരിപ്പിക്കും. എന്നിട്ട് അവസാനം ഈ സിനിമ തീരുമ്പോൾ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് സീനുണ്ട്. അതിൽ സകല ഇതും ഒരു ബംഗാളിയായിട്ടുള്ള ഒരു പയ്യൻ, എനിക്കൊന്ന് കടവിടങ്ങാനും നടന്ന് അഭിനയിക്കാനൊക്കെ അറിയാമെന്നുള്ള ഒരാളിനെ കൊണ്ട് നിർത്തിയാണ്. പുള്ളിക്കാരൻ സകല കൈയടി എടുത്തുകൊണ്ട് പുള്ളി സിനിമയുടെ അവസാനത്തെ സീനെ കൊണ്ടുപോകും. പുള്ളിയാണ് അവസാനം എല്ലാവരും ഇരുന്ന് കൈയടിച്ച പുള്ളിയുടെ ആ ഒരു കുറേ ഡയലോഗൊക്കെ ഉണ്ട് മലയാളത്തിൽ. പുള്ളിയുടെ ഒറിജിനൽ ശബ്ദത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞേക്കുന്നത്. പുള്ളിയുടെ മലയാളവും പിന്നെ കുറേ ഇംഗ്ലീഷും എല്ലാം കൂടെ ഒരു കോടതി സീനിലാണ്.